ഹലോ വെൽക്കം ബാക്ക്. ഒരു ഹാപ്പി ന്യൂസാണ്. അതായത് IT യുടെ റാങ്ക് ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എക്സാക്റ്റ് ഡേറ്റ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വളരെ പെട്ടെന്ന് പറയുമ്പം ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിലോ ഒക്കെ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കോളേജുകളിലും അവരുടേതായ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് യൂസർ ID യും പാസ്വേഡും ഒന്നും കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടില്ല. ചിലപ്പോൾ അത് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് പ്രശ്നമല്ല. കാരണം ഇനി ഓരോ IT കളുടെയും വെബ്സൈറ്റുകളിലാണ് റാങ്ക് ലിസ്റ്റും സെലക്ഷൻ ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അതിപ്പം ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, അതായത് മെട്രിക് നോൺ മെട്രിക് കോഴ്സുകളുടെ താഴെ റാങ്ക് ലിസ്റ്റ് 2022 സൈഡിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ IT കളും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ കോഴ്സുകളുടെ താഴെയായിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് 2024 എന്ന സബ് ടൈറ്റിലോട് കൂടിയിട്ട് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും സെലക്ഷൻ ലിസ്റ്റും ഇപ്രകാരം തന്നെ ഇടുന്നുണ്ടാവും. അപ്പോൾ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിങ്ങളിത് നോക്കിയാലും നോക്കിയില്ലെങ്കിലും എന്ത് ചെയ്യും, അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് വരും. ഈ മെസ്സേജിൽ സകല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഏതെല്ലാം ട്രേഡുകൾ എന്ന് ചെല്ലണം, എത്ര രൂപ ഫീസ് ഉണ്ടാവും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടാകും. നിങ്ങൾക്ക് ഒന്നിലധികം കോളേജുകളിൽ നിന്നും അഡ്മിഷന് വരികയാണ്, ഒന്നിലധികം ട്രേഡുകൾ വരികയാണ്. ഇപ്പം മെട്രിക്കും നോൺ മെട്രിക്കും മെസ്സേജ് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ്, ഇഷ്ടപ്പെട്ട ട്രേഡ് സെലക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. ആദ്യത്തെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും, ഒരു ഒന്നാം ഘട്ട മെസ്സേജിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറേ ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യും. ഇന്ന ഡേറ്റ് വരെ ഒരു ഫിക്സഡ് ഡേറ്റ് ഉണ്ടായിരിക്കും, ആ ഡേറ്റിനുള്ളിൽ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അഡ്മിഷൻ കുറേ പേര് എന്ത് ചെയ്യും, ഒരു എടുത്തെടുക്കുമ്പോഴത്തേക്കും കുറേ കോളേജുകളിൽ കുറേ സീറ്റുകൾ വേക്കൻ്റ് ആകും. പിന്നീട് അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ഘട്ടത്തിൽ അപ്പോൾ ആ കോളേജിൽ നിന്ന് മെസ്സേജ് അയക്കാത്തവരിലേക്ക് രണ്ടാം ഘട്ടത്തിൽ മെസ്സേജ് ചെയ്യും. അങ്ങനെ 2-3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റായിട്ട് എന്ത് ചെയ്യും, കുറേ ആൾക്കാർക്ക് ഒന്നിച്ചൊക്കെ മെസ്സേജ് ചെയ്ത് സ്പോട്ട് അഡ്മിഷൻ പോലെ ഇന്ന തീയതിയിൽ വരിക, ഇത്രത്തോളം ട്രേഡുകൾ ഒഴിവുണ്ട്, ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നു എന്നൊക്കെയുള്ള രീതികളിലും മെസ്സേജ് വരും. ഇതെല്ലാം നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. മാക്സിമം ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷങ്ങളിലേതാണ്. അതുപോലെ തന്നെയാണ് അഡ്മിഷൻ പ്രോസസ്സ് ഈ വർഷം ഉണ്ടാവുക. അത് കണ്ടാൽ മതിയാകുന്നതാണ്. ഇനി അഡ്മിഷൻ എടുത്താൽ മാത്രം മതിയോ, നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്, നമ്മൾ ഒരു ഓൺലൈൻ മീറ്റിംഗ്, ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തോളൂ. അഡ്മിഷൻ ഒക്കെ എടുത്തതിന് ശേഷം ഒരു ഡേറ്റിൽ നമ്മളിത് സംഘടിപ്പിക്കും. അത് എന്നാണെന്നുള്ളത് അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതുവഴി ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു.